IASകാരുടെ താന്തോന്നിത്തം. ഇന്ന് 2024 നവംബർ മാസം 16 കൊല്ലവർഷം 1200 വൃശ്ചിക മാസം 1 ഹിജ്റ വർഷം 1446 ജമാദുൽ അവ്വൽ 14 ശനിയാഴ്ച. മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് വിവാദവും IAS ഉദ്യോഗസ്ഥരുടെ ചേരിപ്പോരും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. മലയാളികളായ ഹിന്ദു IAS ഉദ്യോഗസ്ഥന്മാരുടെ ഗ്രൂപ്പുണ്ടാക്കിയത് മുൻ കലക്ടറും ഉന്നത IAS ഉദ്യോഗസ്ഥനുമാണെന്നത് നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ്. നാടിൻ്റെ നന്മയ്ക്കും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇത്തരം വർഗീയതയും വംശീയതയും മതവിവേചനവും ഉണ്ടാക്കുന്ന ചെയ്തികൾ പുറത്തു വരുന്നത് അംഗീകരിക്കാനാകില്ല. എന്തായാലും അവർക്കെതിരെ നടപടിയെടുത്തു എന്നത് സ്വാഗതാർഹമാണ്. ഉന്നത ഉദ്യോഗസ്ഥരാണെന്നതിനാൽ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് പല നെറികേടുകളും ചെയ്യുന്നു. അതിന് കൂട്ടുനിൽക്കുന്ന പല കേസുകളും ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നവർ ഇത്തരക്കാരിലുണ്ട്. മുൻ ADGP, മലപ്പുറം SP പോലത്തെ ആളുകളുടെ ചെയ്തികൾ നമുക്ക് മുമ്പിലുണ്ട്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തി അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാനും കേസിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിച്ച IAS ഉദ്യോഗസ്ഥനെ കേരള ജനത കണ്ടതാണ്. അതിനാൽ ഇത്തരം ഉദ്യോഗസ്ഥരുടെ ചട്ടലംഘനങ്ങൾക്കെതിരെ ജനം ശക്തമായി പ്രതികരിക്കണം. ഭരണകൂടം കൃത്യമായി ഇടപെടുകയും വേണം. അങ്ങനെ ഉദ്യോഗസ്ഥരിലെ കളകളെ പറിച്ചിടാനും മാതൃകായോഗ്യരായ ഉദ്യോഗസ്ഥ വൃന്ദത്തെ സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കട്ടെ. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ മേലാളന്മാരെ നിലക്ക് നിർത്താൻ പറ്റിയ ഭരണകൂടങ്ങൾ നമുക്കുണ്ടാവട്ടെ. ചിന്താപ്രഭാതം ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.